റിഫ്ലക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തന്നെ ചെയ്തു കൊടുത്ത ഒരു പഴയ ആംപ്ലിഫയർ ആണ്. അത് നമ്മൾ ചെറിയൊരു മോഡിഫിക്കേഷൻ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇത് ഏകദേശം ഒരു 4 കൊല്ലം മുമ്പ് ചെയ്തു കൊടുത്താണ്. കാരണം വെച്ചാൽ അന്ന് നമുക്ക് AVR ആയിട്ട് ചെയ്യാനായിട്ട് വേറെ മാർഗ്ഗമില്ലായിരുന്നു. അപ്പോൾ അന്നത്തെ ടൈമിൽ നമ്മൾ ചെയ്തിരുന്നത്, അന്നത്തെ കാലത്ത് നമ്മൾ ചെയ്തിരുന്നത് G-Techന്റെ ഒരു റിമോട്ട് കിറ്റ് വരുന്നുണ്ട്. അതിനകത്ത് ഒപ്റ്റിക്കലും കൊയാക്സിലൊക്കെ ആയിട്ടുള്ള റിമോട്ട് കിറ്റാണ്. അതിൻ്റെ കൂടെ നമ്മളൊരു ഓഡിയോ റഷും കൂടി ആഡ് ചെയ്തതിന് ശേഷം G-Techന്റെ തന്നെ ഒരു HDMI കാർഡ് വരുന്നുണ്ട്. 4 HDMI ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ARC ഒക്കെ വരുന്നത്, അതും കൂടി ആഡ് ചെയ്യും. അതുപോലെ തന്നെ 3 ബോർഡാണ്, HDMI കാർഡ്, ഓഡിയോ റഷ്, റിമോട്ട് കിറ്റ്. ഇങ്ങനെ 3 ബോർഡ് വെച്ചിട്ടാണ് അന്ന് നമ്മൾ ഒരു AVR ചെയ്തിരുന്നത്. ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് പുതിയ കാർഡുകളും HDMI വെച്ചിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ടുകളുള്ള AVRന് പറ്റിയ കാർഡുകൾ, റിമോട്ട് കിറ്റ് വരുന്നതുകൊണ്ടാണ് നമ്മളൊരു മോഡിഫിക്കേഷൻ ചെയ്തിരുന്നത്. ഇതിൽ നമ്മൾ ആംപ്ലിഫയറുകൾക്ക് യാതൊരു വ്യത്യാസങ്ങളും വരുത്തിയിട്ടില്ല. ഇതിൻ്റെ സബ്വൂഫറിൻ്റെ ആംപ്ലിഫയർ സെപ്പറേറ്റ് ക്യാബിനിലായിട്ട് മുൻപ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 5 ചാനൽ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത്. ആംപ്ലിഫയറിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ടോഷിബ 5200 1943 തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ ആംപ്ലിഫയർ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തത്. 5 ചാനലിന് വേണ്ടി നമ്മൾ പവർടെക്കിന്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിരിക്കുന്നു. പവർ സപ്ലൈ ബോർഡ് നമ്മുടെ തന്നെ ഉപയോഗിക്കുന്ന പവർ സപ്ലൈ ബോർഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ടൊറോയ്ഡ് ട്രാൻസ്ഫോമറിന് നമ്മൾ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല, അതൊക്കെ സെയിം തന്നെയാണ്. ആകെ ഇതിനകത്ത് വ്യത്യാസം വരുത്തിച്ച് ഫ്രണ്ട് പാനലിലും ബാക്ക് പാനലിലും നമ്മൾ മാറ്റം വരുത്തി. അതായത് നമ്മൾ ഫ്രണ്ട് പാനലിൽ വലിയ ഡിസ്പ്ലേ വരുന്നതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് പാനലിൽ കുറച്ചും കൂടി വലിയ ഡിസ്പ്ലേ വെക്കാവുന്ന രീതിയിലുള്ള ഫ്രണ്ട് പാനലാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക് പാനലും അതുപോലെ തന്നെ HDMIയുടെ ഇൻപുട്ട് ഔട്ട്പുട്ടുകൾക്കുള്ള സോക്കറ്റുകൾക്കുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ബാക്ക് പാനൽ നമ്മൾ അക്കറിലേക്ക് പുതിയത് ചെയ്തെടുത്തു. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പുതിയത് ഇറങ്ങുന്ന ഫ്യൂടെക്കിന്റെ FD008 വെർഷൻ 4 ആണ്. അതായത് നമുക്ക് ഇതിനകത്ത് HDMI 3 HDMI ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്, ARC ഉണ്ട്, ഒപ്റ്റിക്കൽ, കൊയാക്സിൽ, അതുപോലെ തന്നെ അനലോഗ് ഇൻപുട്ട്, ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് വരുന്നത്. പിന്നെ ഇതിനകത്തുള്ള സെറ്റിംഗ്സ് വളരെയധികം ഉണ്ട്. നമ്മളൊരു കമ്പനി ആംപ്ലിഫയർ മേടിക്കുന്ന പോലെയുള്ള സെറ്റിംഗ്സുകളൊക്കെ കൂടുതൽ ഇതിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ റിമോട്ടിൻ്റെ ഫംഗ്ഷൻ നോക്കാം, അതുപോലെ തന്നെ ആംപ്ലിഫയറിൻ്റെ ഇൻറ്റീരിയർ നോക്കാം, ഓഡിയോ ടെസ്റ്റ്, ചെറിയ രീതിയിലുള്ള ഓഡിയോ ടെസ്റ്റ് നോക്കാം. തന്നെ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത് ഈ ഭാഗത്തൊന്നും വലിയ കാര്യമായിട്ട് നമ്മൾ വ്യത്യാസപ്പെടുത്തിയിട്ടില്ല. കാരണം ടൊറോയ്ഡ് ട്രാൻസ്ഫോമർ മുൻപ് ഉണ്ടായതാണ്, അതുപോലെ തന്നെ പവർ സപ്ലൈ മുൻപ് ഉണ്ടായതൊക്കെ തന്നെയാണ്. അത് ആംപ്ലിഫയർ സെക്ഷൻ, അതായത് 5 ചാനലാണ് ഈ കാണുന്നത്. അതായത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് 200+200 ആണ്. ഇത് 2 ചാനലാണ്, 8 ട്രാൻസിസ്റ്റർ കൊടുത്തിരിക്കുന്നു. ബാക്കി സെൻറ്ററിനും 2 സറൗണ്ടിനും വേണ്ടി നമ്മൾ 100 വാട്ട് വീതമാണ് 3 ചാനലിൽ കൊടുത്തിരിക്കുന്നത്. 100 100 100 അങ്ങനെയായിട്ട്. ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് മാത്രം ടവർ ബോക്സ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഫ്ലോർ സ്റ്റാൻഡിങ് ബോക്സ് ഉള്ളതുകൊണ്ട് 200+200 കൊടുത്തിരിക്കുന്നു. പവർടെക്കിൻ്റെ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം പഴയ ബനാന സോക്കറ്റ് തന്നെയാണ് നമ്മൾ പുതിയ ബാക്ക് പാനൽ ഉപയോഗിച്ചപ്പോൾ അത് ഇങ്ങോട്ടേക്ക് ഫിറ്റ് ചെയ്തു എന്ന് മാത്രം. അടുത്ത് വന്നിരിക്കുന്ന ഒരു സബ്വൂഫറിനുള്ള പ്രീ ഔട്ടാണ്. നമ്മൾ സബ്വൂഫറിന് സെപ്പറേറ്റ് ഒരു ക്യാബിനിൽ ഹെവി ആയിട്ടുള്ള 2 സബ് ആംപ്ലിഫയർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള സബിൻ്റെ പ്രീ ഔട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെയിൻ ഫ്യൂടെക്കിൻ്റെ FD008 എന്ന് പറയുന്ന കാർഡ്. ഇതിനകത്ത് 3 HDMI ഇൻപുട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ HDMI ഔട്ട്, അതിൽ തന്നെയാണ് ARC ഉൾപ്പെടുത്തി വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ മെയിൻ മദർ ബോർഡ് വന്നിരിക്കുന്നത്. അതിൻ്റെ താഴെ നമ്മളൊരു BT ബോർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസും ട്രബിളും ഉണ്ട്. ഇതിനകത്ത് റിമോട്ടിൽ ബേസും ട്രബിളും ഉണ്ട്. അത് കൂടാതെ കുറച്ചുകൂടി ബേസും ട്രബിൾ കൂടുതൽ വേണമെന്ന് പറഞ്ഞായിരുന്നു നമ്മൾ ഇതിനകത്ത് തന്നെ ബേസും ട്രബിൾ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ബേസ് ട്രബിൾ ബോർഡ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പാനൽ വന്നിരിക്കുന്നത്. വലിയ ഡിസ്പ്ലേ ആണ്. ഫ്രണ്ട് പാനൽ നമ്മളിവിടെ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നു. ഇത്രയൊക്കെയാണ് അതിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പുറകുവശം വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫ്യൂടെക്കിൻ്റെ HDMI കാർഡിൻ്റെ ബാക്ക് വശം വരുന്നത്. ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നത് HDMI ARC ആയിട്ടും ഉപയോഗിക്കാം, അതുപോലെ തന്നെ HDMI ഔട്ടായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് HDMI 1 2 3 3 HDMI ഇൻപുട്ട് കൊടുത്തിരുന്നു, 2 ഒപ്റ്റിക്കൽ ഇൻപുട്ട്, 2 കൊയാക്സിൽ ഇൻപുട്ട്, ഒരു ഓക്സിലറി ഇൻപുട്ട്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഡിജിറ്റൽ ഇൻപുട്ടും അനലോഗ് ഇൻപുട്ടും വരുന്നത്. ഇത് സബ്വൂഫറിന് നമ്മൾ സെപ്പറേറ്റ് ആംപ്ലിഫയർ ആണ് വെക്കുന്നത്. അതുകൊണ്ടാണ് 2 സബിനുള്ള ഔട്ട് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സ്പീക്കർ ഔട്ടുകളാണ് അതിൻ്റെ പ്ലസും മൈനസാണ്. ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ്, അതുപോലെ തന്നെ സെൻറ്റർ, 2 സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ്. ഇത് ഓൾറെഡി പഴയ ബനാന സോക്കറ്റ് തന്നെയാണ് നമ്മളെടുത്ത് ബാക്ക് പാനൽ പുതിയത് ചെയ്തതിന് ശേഷം കൊടുത്തിരിക്കുന്നത്. പിന്നെ കൊടുത്ത ഇൻബിൾട്ട് ഫ്യൂസോട് കൂട്ടിയിട്ടുള്ള ഒരു പവർ ഓൺ സോക്കറ്റിനുള്ള ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് അക്രിലിക് മാറ്റ് ഫിനിഷിലാണ് നമ്മൾ ബാക്ക് പാനലും ചെയ്തിരിക്കുന്നത്. ക്യാബിൻ പഴയത് തന്നെയാണ്, ഫ്രണ്ട് പാനലും ബാക്ക് പാനലും ആണ് പുതിയത് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ മുൻവശം വന്നിരിക്കുന്നത്.
ഇതിൽ വന്നിരിക്കുന്നത് എൻകോഡറാണ്. ഇതിൽ നമ്മൾ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചാനലുകളുടെ ഓളി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ലോങ് പ്രസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻപുട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ താഴെയായിട്ട് ഒരു പവർ ഓൺ സ്വിച്ച് എൽകോമിൻ്റെ നമ്മൾ കൊടുത്തിരിക്കുന്നു. വലിയൊരു ഡിസ്പ്ലേ ആണ്. പിന്നെ വന്നിരിക്കുന്നത് മാറ്റ് ഫിനിഷും ഗ്ലോസിയാണ്. ഇത് ഗ്ലാസ് ടൈപ്പിൽ ഗ്ലോസി വന്നിരിക്കുന്നത്. ഇത് മാറ്റ് ഫിനിഷാണ്. ഔട്ടർ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിൽ വന്നിരിക്കുന്നത് സബ് വൂഫറിൻ്റെ ഓളിയാണ്. അതിൻ്റെ താഴെയായിട്ട് USB കുത്താനുള്ള ഒരു സ്ലോട്ട്. ഈ ഡിസ്പ്ലേയിൽ നമുക്ക് ഇത്തിരി വലുതായിട്ട് എല്ലാം എഴുതി കാണിക്കും. അടുത്ത് വന്നിരിക്കുന്നത് നമ്മുടെ റിമോട്ടിൻ്റെ ഫംഗ്ഷനാണ്. ഈ റിമോട്ടിൻ്റെ ഫംഗ്ഷൻ നമ്മൾ താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് റീസെറ്റ് വരുന്നുണ്ട്, മോഡ് വരുന്നുണ്ട്, ഇൻഫോ വരുന്നു. പിന്നെ വന്നതിലേക്ക് സബ് വൂഫറിൻ്റെ വോളിയം, ഈ സറൗണ്ടിൻ്റെ വോളിയം ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടില്ല. സറൗണ്ട് ഇതാണ് സറൗണ്ട് വോളിയം കൊടുത്തിരിക്കുന്നത്. മാസ്റ്റർ വോളിയം, അതുപോലെ തന്നെ സെൻറ്റർ, ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റിൻ്റെ വോളിയം കൊടുത്തിരിക്കുന്നത്. പിന്നെ ടെസ്റ്റാണ്. ടെസ്റ്റ് നമ്മൾ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്, സെൻറ്റർ, അതുപോലെ തന്നെ റൈറ്റ് സൈഡ്, സബ് വൂഫർ, സറൗണ്ട് ഇതെല്ലാം ടെസ്റ്റ് ടോണിൽ കേൾക്കാൻ സാധിക്കും. പിന്നെ വന്നിരിക്കുന്നത് ടോണാണ്. ടോണിൽ വന്നിരിക്കുന്നത് ബേസ്, ട്രിബിളാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. പിന്നെ എ മോഡാണ് ഇതിൻ്റെ ഫംഗ്ഷൻ നമുക്ക് പറയാം. പിന്നെ ഇൻപുട്ടുകളാണ്, അതായത് ഓക്സ്, TV എന്നുള്ള ARC, HDMI 1, 2, 3 വന്നിരിക്കുന്നു. കൂടാതെ SPDF എന്ന് പറയുന്നതാണ് ഒപ്റ്റിക്കലും കൊയാക്സിലും ഇതിൽ വന്നിരിക്കുന്നത്. USB സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നു, ബ്ലൂടൂത്തിനും കൊടുത്തിരിക്കുന്നു. ഇതാണ് അതിനകത്ത് മെയിനായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മോഡ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് മൂവി വരും, മ്യൂസിക് വരും, യൂസർ വരും. ഈ യൂസർ നമുക്ക് നമ്മുടെ റൂമിൻ്റെ സൈസ് അനുസരിച്ച് വോളിയം എങ്ങനെ വേണമെങ്കിലും പെർമനൻ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാം. അതാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ എ മോഡ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഓരോ ഓപ്ഷൻ ഓഡിയോയ്ക്കുള്ള വ്യത്യാസങ്ങൾ മാട്രിക്സ് എന്ന് കാണിക്കും. അങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. പിന്നെ സ്റ്റീരിയോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ലെഫ്റ്റ് റൈറ്റ് സബ് വൂഫറാണ് വർക്ക് ചെയ്യുന്നത്. മൂവി വരുമ്പോൾ ഇത് പ്രൊലോജിക് ആണെന്നുണ്ടെങ്കിൽ പ്രൊലോജിക് സറൗണ്ട്, പ്രൊലോജിക് വെർഷൻ 2 സറൗണ്ടായിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ DTS വന്നാൽ ഓട്ടോമാറ്റിക്കലി DTSലേക്ക് മാറും. പിന്നെ മ്യൂസിക്കാണ്. ഈ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സറൗണ്ട് മോഡിൽ നിന്ന് മാറിയിട്ട് 5 ചാനൽ സ്റ്റീരിയോ ആയിട്ട് 5.1 സ്റ്റീരിയോ ആയിട്ട് വർക്ക് ചെയ്യും. പിന്നെ ഈ ബട്ടൺ എ മോഡ് എന്ന് പറഞ്ഞ ബട്ടൺ ലോങ് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ സെറ്റിങ്സ് വരുന്നുണ്ട്. നമ്മൾ സ്പീക്കർ സെറ്റിങ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള രീതിയിൽ മാറ്റി എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. അടുത്തത് കൊടുത്തിരിക്കുന്നത് ഓഡിയോ സെറ്റപ്പാണ്. ഓഡിയോ സെറ്റപ്പിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂസറിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻപുട്ട് ഗെയിൻ അതൊക്കെ ഇവർ ലോക്ക് ചെയ്തൊക്കെയാണ് ഇതിൻ്റെ വന്നിരിക്കുന്നത്. 1, 2, 3, 4 ആണ് ഇതിൻ്റെ പാസ്കോഡ് വന്നിരിക്കുന്നത്. ടോൺ നമ്മളിത് ഓഫ് ചെയ്യേണ്ടോ ഓൺ ചെയ്ത് തന്നെ ഇട്ടാൽ മതി. പിന്നെ മോഡ് ലെവലാണ്. ഇതാണ് നമ്മുടെ യൂസറിൽ വരുന്നത്. നമ്മുടെ റൂമിനനുസരിച്ചിട്ടുള്ള ലെവലിൽ എത്രത്തോളം ഫ്രണ്ട് വോളിയം വേണം, റിയർ വോളിയം, സബ് വൂഫർ, സെൻറ്റർ ഇതെല്ലാം എത്രത്തോളം വോളിയം വേണം എന്നുള്ളത് യൂസറിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അടുത്തത് വന്നിരിക്കുന്നത് സിസ്റ്റം സെറ്റിംഗ് ആണ്. ഇതിനകത്ത് നമുക്ക് HDMIയുടെ സെലക്ട് വെൽക്കം ലോഗോ മാറ്റാം, ഇൻപുട്ട് നെയിം, അതായത് നമുക്ക് ഓൺ ആക്കുമ്പോഴുള്ള നെയിം മാറ്റാം, ബ്ലൂടൂത്തിൻ്റെ നെയിം മാറ്റാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നുള്ളൂ. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള ബോക്സുകൾ 8 ഇഞ്ചിൽ വരാം, 4 ഇഞ്ചിൽ വരാം, 6 ഇഞ്ചിൽ വരാം. അതിനനുസരിച്ച് നമുക്കിത് സെറ്റ് ചെയ്യാം. ഈ എ മോഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. ഇതേപോലെ സ്പീക്കർ സെറ്റപ്പ് കാണാം. നമ്മളത് പ്രസ് ചെയ്തു. അതിനുശേഷം സ്പീക്കർ കോൺഫിഗറേഷൻ്റെ അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇതിനകത്ത് ഫ്രണ്ട് ലാർജ്, നമ്മൾ ഇതിനകത്ത് ടവർ ബോക്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് ലാർജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സറൗണ്ടും സെൻറ്ററും എല്ലാം സ്മാളാണ്. 6 ഇഞ്ചിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതെല്ലാം സ്മാൾ ഇട്ടിരിക്കുന്നു. നമുക്ക് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് 6 ഇഞ്ച് ആണെന്നുണ്ടെങ്കിൽ അത് സ്മാൾ ഇട്ടാൽ മതി. ടവർ ബോക്സ് അത് ഫ്ലോർ സ്റ്റാൻഡിംഗ് ആണെന്നുണ്ടെങ്കിൽ 8 ഇഞ്ചുകാരാണെന്നുണ്ടെങ്കിൽ ലാർജ് ഇടാം. അതുപോലെ തന്നെ സറൗണ്ടും 8 ഇഞ്ചാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട് വന്ന സെറ്റിങ്സുകൾ. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് 2 ഫ്ലോർ സ്റ്റാൻഡിങ്ങിലാണ് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് മാത്രം ആംപ്ലിഫയറിന് 200+200 ആണ്. കസ്റ്റമറുടെ കയ്യിൽ നമ്മൾ മുന്നേ കൊടുത്തിരുന്നത് 2 8 ഇഞ്ച് ഊഫറും മിഡ് റേഞ്ച് ട്യൂട്ടർ വരുന്നതാണ്. സെൻറ്റർ സ്പീക്കറും അതുപോലെ തന്നെ സറൗണ്ട് സ്പീക്കറും 4 ഇഞ്ച് 2 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. TVയുടെ ARC ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ യൂട്യൂബിൽ നിന്നുള്ള കോപ്പി റൈറ്റ് ഇല്ലാത്ത പാട്ട് നോക്കിയിട്ടാണ് പ്ലേ ചെയ്യുന്നത്. ഒറിജിനൽ DTS അല്ല, പ്രൊലോജിക് 2 ആണ്. സബ് ഊഫർ ഇല്ലാതെ 2 ഫ്ലോർ സ്റ്റാൻഡിങ്ങും ഫ്രണ്ട് അതുപോലെ ഫ്രണ്ടായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. സെൻറ്റർ സ്പീക്കർ, 2 സറൗണ്ട്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം.
അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഓഡിയോ കേട്ടിരിക്കും, അതുപോലെ തന്നെ ഇൻറ്റീരിയലും കണ്ടിരിക്കും. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഇതിൻ്റെ പല വിവരങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് മാക്സിമം നിങ്ങൾ വാട്സപ്പ് ചാറ്റ് ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് കോൾ വിളിക്കുക. IMO കോൾ, അതുപോലെ തന്നെ വാട്സപ്പ് കോൾ, നോർമൽ കോൾ ഇത് വിളിക്കാൻ നോക്കുക. ചാറ്റിംഗ് കൂടെ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫോട്ടോ അയച്ചാൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വില മാത്രം പറയാം. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിലും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കുക. അതുകൊണ്ടാണ് കോൾ വിളിക്കാൻ പറയുന്നത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ള. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിലും അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ നോക്കുക. ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.